പെരിങ്ങളം ന്യൂസിലേക്ക് സ്വാഗതം. മൈത്രി സ്പെഷ്യൽ സ്കൂൾ സ്കിൽ സ്റ്റുഡിയോ ശിലാസ്ഥാപനം ജൂലൈ 27 രാവിലെ 9:30 കടവത്തൂർ ഇരഞ്ഞിക്കീഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ഇരഞ്ഞിക്കീഴിൽ പ്രവർത്തിക്കുന്ന മൈത്രി സ്പെഷ്യൽ സ്കൂൾ 20 വർഷം പൂർത്തിയാക്കുകയാണ്. 121 ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ പുതിയ ഒരു സംരംഭം ഞങ്ങൾ ഈ പ്രാവശ്യം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ പഠനം നടത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും പിരിഞ്ഞു പോകേണ്ടവരാണ്. 18 വയസ്സ് വരെയാണ് ആ കുട്ടികൾക്ക് അവിടെ പഠനത്തിനുള്ള സാഹചര്യം നിയമപരമായി നിലനിൽക്കുന്നത്. പക്ഷേ 18 വയസ്സ് കഴിഞ്ഞാലും അവർക്ക് പോകാനൊരു ഇടമില്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ കണ്ണീരിൽ കുതിർന്ന അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ടും ആ കുട്ടികളെ ഞങ്ങൾ അവിടെ തന്നെ നിലനിർത്തുകയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടികൾക്ക് പഠന സാഹചര്യമൊന്നും അവിടെ ഇല്ല. അവർ വ്യത്യസ്തങ്ങളായ പല ഉൽപ്പന്നങ്ങളും നിർമ്മിച്ചുകൊണ്ട് അത് വിറ്റഴിച്ച് അതിന് വിപണി കണ്ടെത്തി അത് വിറ്റഴിച്ച് അതിൻ്റെ വരുമാനം അവർക്ക് തന്നെ അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ അവിടെ നിലവിലുള്ളത്. പക്ഷേ ഒരുപാട് കുട്ടികൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ സ്ഥല പരിമിതിയും അസൗകര്യങ്ങളും ധാരാളമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് നല്ല വിപണി കണ്ടെത്താൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു സ്ഥലപരിമിതി അവിടെയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആ ക്യാമ്പസിൽ നിന്നും മാറ്റി മറ്റൊരു സ്ഥലത്ത് ഒരു തൊഴിൽ കേന്ദ്രം, ഒരു തൊഴിൽ നൈപുണ്യ കേന്ദ്രം, അതുപോലെ തന്നെ അവരുടെ പണിപ്പുര എന്നൊക്കെ ഉള്ള നിലയിൽ ഒരു പ്രത്യേക ബിൽഡിങ്ങിൽ അവരെ മാറ്റി സ്ഥാപിച്ചുകൊണ്ട് അത് കുറെ കൂടി നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം കമ്മിറ്റി എടുക്കുകയും അങ്ങനെ അതിനെ നല്ല ഒരു പേര് കണ്ടെത്തിക്കൊണ്ട് മൈത്രി സ്കിൽ സ്റ്റുഡിയോ എന്നുള്ള ഒരു പേര് കണ്ടെത്തിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. മൈത്രി സ്പെഷ്യൽ സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് ജൂലൈ 27 രാവിലെ 9:30 കടവത്തൂർ ഇരഞ്ഞിക്കീഴിൽ നടക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ശിലാസ്ഥാപനം നിർവഹിക്കും. വി കെ ഷെരീഫ് അധ്യക്ഷത വഹിക്കും. പി കെ പ്രവീൺ MLA മൈത്രി എബിലിറ്റി കിറ്റ് വിതരണം ചെയ്യും. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മുല്ലശ്ശേരി ഏറ്റുവാങ്ങും. ജനപ്രതിനിധികൾ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, വിദ്യാഭ്യാസ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും. പാനൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ആരതി ടീച്ചർ, കെ ഖാലിദ് സുലമി, ആർ അബ്ദുൾ ഖാദർ സുല്ലമി, റമീസ് പാറാൽ, കെ മഹറൂഫ് എന്നിവർ പങ്കെടുത്തു. ഞങ്ങളവിടെ 10-20 കൊല്ലത്തിലധികമായി മൈത്രി സ്പെഷ്യൽ സ്കൂൾ അവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അവിടെ 3 വയസ്സ് മുതൽ 49 വയസ്സ് വരെയുള്ള ആളുകൾ ഇപ്പം നമ്മൾ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പുതിയൊരു സംരംഭം അല്ലെങ്കിൽ പുതിയൊരു മൈത്രി സ്കിൽ സ്റ്റുഡിയോ ഇവിടെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. നിലവിൽ ഞങ്ങൾ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് അവിടെ ഹെയർ ആക്സസറീസ്, ഫിനോയിൽ, അതുപോലെ പേപ്പർ ബാഗ് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ വിപുലമായ രീതിയിൽ ഈ 18 വയസ്സ് കഴിഞ്ഞാലും നമ്മുടെ കുട്ടികൾക്ക് ഒരു തൊഴിലിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടി കൂടുതലായി ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പുതിയൊരു ലൈഫ് സ്കിൽ സ്റ്റുഡിയോയെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തതും മാനേജ്മെൻറ്റുമായി ചർച്ച ചെയ്തതും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പുതിയൊരു പദ്ധതി ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം കൂടുതൽ ആയിട്ട് നമ്മുടെ ഈ ഒരു ഭിന്നശേഷി മേഖലയിൽ
ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് അതൊരു അവരുടെ ഒരു മുഖ്യധാരാവൽക്കരണത്തിന് സാധ്യമാവുകയുള്ളൂ എന്നുള്ള ഒരു ആശയം മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പദ്ധതി ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ തന്നെ അത് നമുക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിലും കൂടിയാണ് ഇത് ഞങ്ങൾ മുതിർന്നിരിക്കുന്നത്.